ഞാൻ കുറച്ച് ദിവസങ്ങളായി ഹാരിസ് മൗലവിയുടെ പ്രഭാഷണങ്ങൾ സ്ഥിരമായി കേൾക്കുന്നയാളാണ്. പിന്നെ എൻ്റെ 2.5 വയസ്സുള്ള കുഞ്ഞുമോൻ പെട്ടെന്ന് മരിക്കുകയുണ്ടായി. ഒരു സമാധാനം കിട്ടാനായാണ് ഞാൻ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത്. എത്ര കേട്ടാലും ശാശ്വതമായൊരു സമാധാനം എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് വേണ്ടി അത്രയും ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ആ കുട്ടി മരണപ്പെട്ടു പോയത് ഒരു MRI സ്കാൻ ചെയ്യാൻ വേണ്ടി മയക്കിയതാണ്. പിന്നീട് എണീറ്റിട്ടില്ല. 4 മാസമായി അവൻ പോയിട്ട് എന്നൊരു വിഷമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് തന്നെ കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അള്ളാഹു ആ കുട്ടിക്ക് സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു വിശാലമായ മനസ്സ് അള്ളാഹു കൊടുക്കട്ടെ. അപ്പോൾ ഇത്തരം സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കുന്നത്, പലപ്പോഴും ഈ മരണപ്പെട്ട കുട്ടിയുടെ അവസ്ഥ എന്ത് എന്നാണ് പൊതുവെ ആലോചിക്കുക. ഇപ്പോൾ ഒരു ഉമ്മ എൻ്റെ കുട്ടി ഇപ്പോൾ എവിടെയാണ് എന്ന് എപ്പോഴും ഉമ്മ ചിന്തിക്കുമല്ലോ. അപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ പഴയ കാലത്തൊക്കെ എന്താ വെച്ചാൽ, നല്ല ഘോരമായ മഴ പെയ്യുമ്പോൾ അത് മരിച്ച ദിവസമാണെങ്കിൽ ആ മഴയത്ത് എന്താണ് ആ ശക്തമായ ഇടിമിന്നലിൽ നമ്മളൊക്കെ വീട്ടിൽ കിടക്കുമ്പോൾ അവർ കബറിലാണല്ലോ കിടക്കുന്നു എന്നൊക്കെ ആലോചിക്കും. കാരണം പൊതുവെ ആളുകൾ എന്ത് ചെയ്യും, ഈ ഭൗതികമായിട്ടുള്ള അതേ അവസ്ഥകളിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, മരണത്തെയും ബർസഖിനെയും കുറിച്ച് ആലോചിക്കും. കാരണം ഈ ദുനിയാവ് തികച്ചും വ്യത്യസ്തമാണല്ലോ ബർസഖ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മരിച്ച വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടിയാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ അള്ളാഹു ആ കുട്ടിയെ സ്വീകരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഖബറിൽ എന്താണ് നം സാലിമൻ കലോറസ് നല്ല ചിന്തിക്കുന്നേയില്ല, എൻ്റെ ഉമ്മ എവിടെയാണ്, എൻ്റെ വാപ്പ എവിടെയാണ് എന്നൊന്നും ഇപ്പോൾ ആ കുട്ടി ചിന്തിക്കുന്നേയില്ല. അതായത് ആ ഉറക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, തുല്യതകളില്ലാത്ത ഉറക്കാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഇന്ന് ആ കുട്ടി ഉമ്മൻ്റെ കൂടെ കളിച്ചും ചിരിച്ചും ഇരിക്കുകയാണെങ്കിൽ ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷമാണല്ലോ ഉമ്മൻ്റെ സന്തോഷം. അതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞുമോനുള്ളത്. അപ്പോൾ നമ്മൾ എന്തിനാണ് അതിൽ ഒരു കുട്ടി പോയ വിഷമം നമുക്ക് ഉണ്ടാവാം. പക്ഷെ ആ കുട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ കൂടെ വാത്സല്യപ്പെടുത്താനും സ്നേഹിക്കാനും കൂടെ ഇരിക്കാനും ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടെന്നില്ല, ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി സ്കൂളിൽ പോയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗൾഫ് പോയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിനെ കുറിച്ചോ അല്ലെങ്കിൽ ICUയിൽ കിടക്കുന്ന കുറിച്ചോ ഒന്നും ആലോചിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയം എന്തില്ല, ഈ വിഷയത്തിലില്ല. പിന്നെ വേറൊന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മൾ കുട്ടികളെ കൊണ്ട് ആഗ്രഹിക്കുന്നത് ദുനിയാവിലെ നേട്ടത്തിനേക്കാളും എന്ത് ചെയ്യാണ്, പരലോകത്തിലെ നേട്ടങ്ങളല്ലേ. ഇപ്പോൾ ഒരു മകനെ നമുക്ക് ഇവിടെ നന്നായി ഉപകാരപ്പെട്ടു, പക്ഷേ പരലോകത്ത് എന്ത് ചെയ്യാണ്, അവനെ കൊണ്ട് നമുക്കൊരു ഗുണമില്ല. മാത്രമല്ല ചില പക്ഷേ നമുക്കൊരു കുറ്റം കിട്ടാൻ കാരണക്കാരനായിട്ടാണ് അവൻ വളരുന്നതെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ ആ നിലക്ക് ചിന്തിക്കുമ്പോൾ എന്താണ്, പരലോക ജീവിതത്തിൽ അനശ്വരമായ ജീവിതത്തിൽ ഈ കുട്ടി ലാഭമോ നഷ്ടമോ എന്ന് ചിന്തിക്കുമ്പോൾ ലാഭമാണ്. ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഇവിടെ കൂടല്ല എന്നുള്ള നഷ്ടമുണ്ടെങ്കിലും ചിന്തിക്കുന്നത് ലാഭമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസിയായ എൻ്റെ അടിമയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൊഫീനെ, ഏറ്റവും പ്രിയപ്പെട്ടവനെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പകരം എനിക്ക് സ്വർഗ്ഗം കൊടുക്കാനുള്ളൂ. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കെ നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു പ്രിയപ്പെട്ട ആള്, അത് ഭർത്താവാകാം, മകനാവാം, ഉമ്മയാകാം, വാപ്പയാകാം, അത്ര വലിയൊരു വേദന മരണത്തിൻ്റെ പേരിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് സ്വർഗം തരാമെന്ന് പറയുമ്പോൾ സ്വർഗം കിട്ടുന്ന ഒരു പുണ്യത്തിനാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ മനപ്രയാസം എന്ന് ചിന്തിക്കുമ്പോൾ ഇതിൽ ഭയങ്കര ഒരു സമാധാനമില്ലേ. ഒരായുഷ്കാലം നിസ്കരിച്ചു വാങ്ങുന്ന സ്വർഗം, ഒരു ഹജ്ജ് ചെയ്ത് വാങ്ങുന്ന സ്വർഗം, നോമ്പ് നോറ്റു വാങ്ങുന്ന സ്വർഗം, എല്ലാ തിന്മകളെയും ഉപേക്ഷിച്ച് സഹിച്ച് ജീവിച്ചു വാങ്ങുന്ന സ്വർഗം, ഒരു പ്രിയപ്പെട്ടവൻ്റെ മരണം കൊണ്ട് അതിൻ്റെ വേദനയുടെ ഫലമായി കൊണ്ട് തരുന്നറിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ സമാധാനിച്ചു. പിന്നെ മരിക്കാതിരുന്നെങ്കിലോ എന്നാണോ ചിന്തിക്കുന്നത് എങ്കിൽ മരണം എന്നത് സുനിശ്ചിതമായ കാര്യമാണ്. മിൻ ഖബ്ലി അൻ നബ്റഅഹ എന്നാണ്. എല്ലാം വളരെ കൃത്യമായി എഴുതപ്പെട്ടു. ആ സമയത്ത് മരണം സംഭവിക്കും. ലാ യസ്തഖദിമൂന സഅതൻ വലാ യസ്തഖിറൂൻ. അതൊരിക്കലും പിന്തിക്കും. അതുകൊണ്ട് സുനിശ്ചിതമായതാണ് മരണം. അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. പിന്നെ നമുക്ക് ഈ സഹോദരിയോട് പറയാനുള്ളത്, ഈ ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പിശാച് മനുഷ്യൻ്റെ ദുർബലതകളെ എപ്പോഴും അന്വേഷിച്ച് നടക്കാൻ. അപ്പോൾ എന്തു ചെയ്യും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഈ ഒരു തീരുമാനത്തെ വളരെ സന്തോഷത്തോടു കൂടെ മനസ്സ് ഉൾക്കൊണ്ട്
പറഞ്ഞിട്ടില്ലെങ്കിൽ അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അള്ളാഹുവിന് സ്തുതി എന്ന് സംതൃപ്തിയോടെ പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ ആര് സംശയം ഉണ്ടാക്കും? സംശയം ഉണ്ടാക്കും. അപ്പോഴാണ് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഉൾട്ടാണ് വരിക, ഓപ്പോസിറ്റാണ് വരിക. നമ്മളെല്ലാ കർമ്മങ്ങളും കൂടി നിഷ്ഫലമായി പോകും. അപ്പോൾ അങ്ങനെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് ചിന്തിക്കരുത്. പിന്നെ ഈ ദുഃഖങ്ങൾ നമുക്ക് താങ്ങാനാവാതിരിക്കാനുള്ള കാരണം, പരീക്ഷണങ്ങൾ വരുമ്പോൾ ദുഃഖങ്ങൾ നമുക്ക് താങ്ങാതിരിക്കാനുള്ള കാരണം, നമ്മൾ സത്യത്തിൽ ദുഃഖങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ജീവിതത്തിൽ എന്താണ് പ്രതീക്ഷിക്കുക? എനിക്ക് രോഗം വരില്ല, എൻ്റെ മക്കളെയൊക്കെ കല്യാണം കഴിയും, അവരുടെ സാറ് സന്തോഷത്തോടെ ജീവിക്കും, എൻ്റെ കുട്ടി വളരും, അവൻ വിവാഹം കഴിക്കും, അവൻ വലിയ ആളാവും, ഇങ്ങനെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കുള്ളൂ. അല്ല, നമ്മൾ ആരെങ്കിലും എൻ്റെ രണ്ടാമത്തെ കുട്ടി 2-ാം വയസ്സിൽ മരിക്കും നമ്മൾ ചിന്തിക്കും? അല്ല, എൻ്റെ മോൾക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരിക്കും, നമ്മൾ ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ടാണ് പലപ്പോഴും വിശുദ്ധ ഖുർആൻ എന്താ വെച്ചാൽ ഈ പരീക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ ലതുബ്ലവുന്ന, നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, വലനബുലുവന്നക്കും, അങ്ങനെ പറയാൻ കാരണം അത് മനുഷ്യൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടിയുടെ മരണം ഇവർ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും അത് ഉൾക്കൊള്ളാൻ പ്രയാസം. നമുക്ക് ജീവനുണ്ടെങ്കിൽ ആ ജീവൻ ഇന്നും തിരിച്ചു പോകാമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. അതുകൊണ്ട് ക്ഷമിക്കുക. അള്ളാഹുവിൻ്റെ അടുക്കുന്ന വന്ന അള്ളാഹിലേക്ക് പോകുന്നുള്ള വിശ്വാസത്തിൽ അള്ളാഹ് തന്ന ആത്മാവിനെ അള്ളാഹു തിരിച്ചെടുത്തു എന്ന് നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അള്ളാഹുവിൻ്റെ കാരുണ്യം അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വലിയ പ്രതിഫലമാണ്, പരലോകത്ത് വലിയ കാര്യമാണ്, ഒരു പക്ഷേ പരലോകത്ത് വലിയ ഉപകാരം കിട്ടുന്ന ഒരു സംഗതിയാണ്. ആ നിലക്ക് ചിന്തിച്ച് ക്ഷമിച്ച് സഹിച്ച് എന്ത് ചെയ്യുക? ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും അവർക്ക് ആ വിശ്വാസം കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ക്ഷമക്കുള്ള പ്രതിഫലം മറ്റൊരു കർമ്മത്തിനുമില്ല എന്നാലോചിച്ച് ക്ഷമിക്കാനുള്ളൊരു മനസ്സും ഒരു മാനസിക ശക്തിയും പ്രതിഫലവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ, ആമീൻ. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് പരിപാടിയിൽ നിന്നുള്ള പ്രസക്ത ഭാഗമാണ് ഇപ്പോൾ കേട്ടത്. ജീവിതത്തിൽ പ്രയാസങ്ങളും സങ്കടങ്ങളും ഉണ്ടാകാത്ത ഒരാളുമുണ്ടാവാനിടയില്ല. എന്നാൽ സങ്കടങ്ങൾ പങ്കുവെക്കാനും പരിഹാരം നിർദ്ദേശിക്കാനും ആരെങ്കിലുമുണ്ടെങ്കിൽ എന്തൊരാശ്വാസമായിരിക്കും. നമ്മേക്കാൾ കൂടുതൽ കഷ്ടപ്പെടുന്നവർ ഉണ്ടെന്നറിയുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ പലതും നിസ്സാരമായും തോന്നാം. സങ്കടങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴേ പാതി വിഷമം പരിഹരിക്കപ്പെട്ടുവെന്ന ആശ്വാസം വന്നുചേരും. പക്ഷേ അതിന് പറ്റിയ ഒരത്താണി കിട്ടുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ പ്രശ്നം. വിഷമിക്കേണ്ട, പീസ് റേഡിയോ നിങ്ങൾക്കൊപ്പമുണ്ട്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി കമന്റ് ചെയ്യൂ.